ഡിസൈൻ ടിപ്സിൽ നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ ഫിക്സഡ് വാട്ടർ പ്രൂഫിങ്ങിലെ റീജിയണൽ അപ്ലിക്കേറ്റർ സർവീസ് മാനേജറായ VK ജിനചന്ദ്ര ബാബു സാറാണ്. വെൽക്കം യു സർ. സർ, കൺസ്ട്രക്റ്റഡ് ഹൗസിന് ഒരു മേജർ ഇഷ്യൂ ആയിട്ട് വരുന്നതാണ് ഈ സ്പാളിംഗ് റൂഫ് അല്ലെന്നുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റ് പൊളിഞ്ഞ് വീഴുക അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരു റെമഡി സജസ്റ്റ് ചെയ്യാവുന്നത്? ഇത് ആക്ച്വലി കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു വളരെ കാലത്തിന് ശേഷം കാണുന്നൊരു പ്രതിഭാസമാണ്. ഇത് കൂടുതലും വരുന്നത് നമ്മൾ ഉള്ളിലുള്ള പോസിറ്റീവ് സൈഡിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നു, അത് റീഎൻഫോഴ്സ്മെൻറ്റ് കൊറോഡ് ചെയ്യാൻ കാരണമാകുന്നു. അപ്പം കൊറോഡ് ചെയ്യുമ്പം അത് എക്സ്പാൻഡ് ആകുമ്പം സ്ഥലം പറ്റാത്തത് കൊണ്ട് കോൺക്രീറ്റ് ക്രാക്ക് വീഴുന്നു, കാലക്രമത്തിൽ സ്പാളിങ് വരുന്നു. ഇതിപ്പം ആക്ച്വലി ഇതൊരു ക്യാൻസറാണ്. ഇത് എഫക്റ്റീവായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അടിയിൽ നിന്ന് നമുക്കൊരു പാച്ച് വർക്ക് കൊണ്ട് നിർത്താവുന്നൊരു സംഭവമല്ല. ഇത് പോസിറ്റീവ് സൈഡിൽ നിന്ന് അത് പ്രോപ്പറായിട്ടൊരു വാട്ടർ പ്രൂഫിങ് ചെയ്തതിന് ശേഷം മാത്രം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ പിഡിലൈറ്റിൻ്റെ മെത്തഡോളജി അനുസരിച്ച് ഇത് കംപ്ലീറ്റ് ഏരിയയിൽ നമ്മൾ ഹാമർ ടെസ്റ്റ് നടത്തുന്നു. പിന്നെ വളരെ ലൂസായിട്ടുള്ള ഏരിയയിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ സിവിയാരിറ്റി നോക്കുന്നു, കൊറോഷൻ്റെ സിവിയാരിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. കൂടുതലായിട്ട് കൊറോഷൻ വന്നിട്ടുണ്ടെങ്കിൽ റീഎൻഫോഴ്സ്മെൻറ്റ് റീപ്ലേസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മൈക്രോ കോൺക്രീറ്റ് പോലത്തെ പ്രീ ഫോർമുലേറ്റഡ് കോൺക്രീറ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അത് പ്ലാസ്റ്റർ ചെയ്ത് ലെവൽ ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇതേപോലെ സൈമൾട്ടേനിയസ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പോസിറ്റീവ് സൈഡിൽ നിന്നുള്ള ഫർദറായിട്ടുള്ള വാട്ടർ ഇൻക്രീസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അതിനുള്ള സിസ്റ്റം നമ്മൾ പോസിറ്റീവ് സൈഡിൽ നമ്മൾ ചെയ്യണം. ഇത് രണ്ടും കൂടി ഏകോപിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ സ്ട്രക്ചർ നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഇതൊരു വളരെ ഒരു ക്രിട്ടിക്കൽ സൈനാണ് സ്പാളിംഗ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. അതൊരു ഹെൽത്തി സൈൻ അല്ല. അത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഒരു ഓഡിറ്റ് നടത്തി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. ഒരുപക്ഷെ റീകൺസ്ട്രക്ഷൻ തന്നെ ആവശ്യമായിട്ട് വന്നേക്കുമോ? ഇല്ല, റീഹാബിലിറ്റേഷൻ ആവശ്യം വരുന്നില്ല. ഒരു സ്ട്രക്ചർ റീഹാബിലിറ്റേഷൻ സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത് അല്പം കൂടെ ഒരു അഡ്വാൻസ് സ്റ്റേജാണ്. ഇത് അത്രയും ആകുന്നില്ല. ഇതൊരു സിംറ്റമാണ് കാണിക്കുന്നു. അത് നമ്മളനുസരിച്ച് അത് സിവിയർ ആകാതെ നമ്മളത് അഡ്രസ്സ് ചെയ്യണം. എസ്പെഷ്യലി ഈ കോസ്റ്റൽ ബെൽറ്റിലും മറൈൻ എൻവയോൺമെൻറ്റിലും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിലും. പിന്നെ വേറൊരു കാര്യം, പല സ്ഥലത്തും ഈ കോൺക്രീറ്റിൻ്റെ റീഎൻഫോഴ്സ്മെൻറ്റിന് പ്രോപ്പറായിട്ട് ആഡിക്വേറ്റ് കവർ ഇല്ലെങ്കിലും ഇത് കൂടുതലായിട്ട് വരുന്നുണ്ട്. കാര്യം റീഎൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റിന് ഉള്ളിൽ നിൽക്കണം, അതിന് വേണ്ടിയുള്ള കവർ ബ്ലോക്കൊക്കെ ഉണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിലും അത് പ്ലാസ്റ്ററിനെ പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ, അത് സിംറ്റം കാണിക്കുമ്പോൾ തന്നെ അത് എഫക്റ്റീവായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാനുള്ള മെത്തഡോളജി സ്വീകരിക്കണം. അപ്പോൾ അഡ്മിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണ് കൺസ്ട്രക്ഷൻ ടൈമിലെങ്കിൽ ഇത്തരത്തിലുള്ള ബൾജിങ് ഔട്ട്സോ അല്ലെങ്കിൽ സ്പാളിങ്ങോ ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും. ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കോൺക്രീറ്റ് വളരെ കമ്പാക്റ്റഡ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് കമ്പാക്റ്റ് ചെയ്ത് കോയ്സീവായിട്ടൊരു മിക്സ് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെൻസ് ആയിട്ടുള്ള കോൺക്രീറ്റ് വരുമ്പോൾ ഈ രീതിയിലുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് എക്സ്പോഷർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ സ്റ്റേജിൽ. പിന്നീട് നമുക്ക് അതിന് പ്രൊട്ടക്ഷൻ, വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളും ഒരു കോട്ടിങ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ ആ ബിൽഡിങ് ഒരു ഫുൾ പ്രൂഫ് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. മേജർലി നമ്മളിപ്പം ഒരു സർ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോബ്ലം എന്തായിരിക്കും സർ? ഇത് ടെറസാണ് നമ്മൾ എക്സ്പോസ് ആയിട്ട് കൂടുതൽ നിൽക്കുന്നത്. കാര്യം ഏത് രീതിയിലുള്ള കാലാവസ്ഥയാണെങ്കിലും ആദ്യം അത് അറ്റാക്ക് ചെയ്യുന്നത് ടെറസിനെയാണ്. പിന്നെ എക്സ്റ്റേണൽ വാളാണ്. അത് ക്രാക്കും കാര്യങ്ങളും നമുക്ക് വരുമ്പോൾ അത് ടൈം ടു ടൈം നമ്മൾ അത് ട്രീറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക. മേജറായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം RCC പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. RCC ആണല്ലോ റൂഫ്. അത് ആ രീതിയിലുള്ള RCC സ്ട്രക്ചേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു സർ. സോ നമ്മളുടെ ഒരു നോർമൽ എന്താ പറയണ്ടേ ഹ്യൂമൻ ബോഡി കെയർ ചെയ്യുന്നത് പോലെ തന്നെ അഡിക്വേറ്റ് ആയിട്ട് വേണ്ട സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു വിങ് ആയിട്ട് തന്നെ ഈ സ്പാളിംഗ് ഓഫ് റൂഫ് മാറിയേക്കാം അല്ലേ സർ? തീർച്ചയായിട്ടും. സോ ബി കെയർഫുൾ. ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുക, അതിനെ ക്യൂർ ചെയ്യുക. താങ്ക് യു സർ ഫോർ ഷെയറിംഗ് ദിസ് ഇൻഫർമേഷൻ വിത്ത് us.